ഇന്നത്തെ നമ്മുടെ സമാഗമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പ്രധാന അതിഥി ഇന്ന് ഈ വേദിയിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. ആ മഹത് വ്യക്തിയുടെ സങ്കല്പ സാന്നിധ്യത്തിൽ പ്രമുഖരായ ചില വ്യക്തികൾ ഇന്ന് സമാഗമത്തിൻ്റെ ഈ വേദിയിലെത്തുന്നു. ഭാരതത്തിൻ്റെ ഓരോ മണൽത്തരിയിലും അലിഞ്ഞു ചേർന്ന ജീവിത വീക്ഷണത്തിൻ്റെ പ്രയോക്താവായ മഹാത്മജിയാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന അതിഥി. മൺമറഞ്ഞു പോയ ആ മഹാത്മാവിനെ സ്മരിച്ചുകൊണ്ടാവട്ടെ ഇന്നത്തെ നമ്മുടെ സമാഗമം. തലസ്ഥാന നഗരിയിൽ പലപ്പോഴും ഒറ്റപ്പെട്ട ഒരു ശബ്ദം നമുക്ക് കേൾക്കാം. പ്രയോഗമതികളായ ആധുനിക മനുഷ്യന് ഒരുപക്ഷെ ഈ ശബ്ദത്തെ അതിൻ്റേതായ അർത്ഥത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. എങ്കിലും ഗാന്ധിയൻ ചിന്തകളിൽ അടിയുറച്ച് ജീവിക്കുന്ന ഈ ശബ്ദത്തിൻ്റെ ഉടമയെ ഇന്ന് തലസ്ഥാന നഗരിയിലെ ശേഷിക്കുന്ന ഗാന്ധിയൻ സ്മാരകമായി നമുക്ക് കാണാം. ശ്രീ കെ.ഇ. മാമ്മൻ. അദ്ദേഹത്തെ ബഹുമാന പുരസ്സരം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയിലേക്ക് വന്നതിന് ആദ്യം സ്വാഗതം പറഞ്ഞുകൊള്ളട്ടെ. ഈ ഗാന്ധിയൻ ചിന്തകൾ എങ്ങനെയാണ് ആദ്യം സ്വന്തം ജീവിതത്തിൽ ഉടലെടുത്തത്? ഇങ്ങനൊരു ചിന്ത വന്നത് എന്നാണ്? ഞാൻ തിരുവനന്തപുരത്താണ് ജനിച്ചത്. ഇവിടെ വിദ്യാർത്ഥിയായി പഠിക്കുമ്പോൾ തന്നെ ഗാന്ധിയെപ്പറ്റി പത്രം മുഖേനയും മറ്റും വായിച്ച് അറിയുമായിരുന്നു. സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അഹിംസയുടെയും ഒരു പ്രവാചകനായിട്ടാണ് ഞാൻ ഗാന്ധിയെ മനസ്സിലാക്കുന്നത്. ഗാന്ധിജി നയിച്ച സ്വാതന്ത്ര്യ സമരമായതുകൊണ്ടാണ് ഞാനതിൽ പങ്കെടുത്തത്. ഗാന്ധിജിയുടെ ആദർശങ്ങളോടുള്ള ബഹുമാനം. ഞാൻ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യനായിട്ട് കാണുന്നത് ഗാന്ധിയെയാണ്. എനിക്ക് ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ സാധിച്ചത് ഗാന്ധിയെ മനസ്സിലാക്കിയപ്പോഴാണ്. ഗാന്ധിയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഗാന്ധിജി നമ്മുടെ മഹാരാജ് തിരുമേനി ക്ഷേത്രപ്രവേശന വിളംബരം ഹരിജനങ്ങൾക്ക്, ദൈവത്തിൻ്റെ ഈശ്വരൻ്റെ ആളുകൾക്ക്, ഹരിജനങ്ങൾക്ക് അനുവദിച്ചപ്പോൾ മഹാരാജാവിനെ അനുമോദിക്കാൻ ഗാന്ധി തിരുവനന്തപുരത്ത് വന്നു. അപ്പോൾ ഞാൻ ആർട്സ് കോളേജിൽ പഠിക്കുകയാണ്. വിദ്യാർത്ഥി പ്രവർത്തനത്തിലൂടെ കോൺഗ്രസ് എന്നുള്ള പാർട്ടിയല്ല, സ്വാതന്ത്ര്യ സമരത്തെ അനുകൂലിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് ഇൻ്റർനാഷണൽ. ഞാൻ CM സ്റ്റീഫൻ, പരവൂർ മുഹമ്മദ് ബഷീർ, ഞങ്ങളെല്ലാം ആർട്സ് കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ ഞങ്ങളന്ന് ബഹുമാനിച്ച വർദ്ധായി താമസിച്ച ഗാന്ധി ശിഷ്യനായ G. രാമേന്ദ്രനോട് പറഞ്ഞു. അദ്ദേഹം അന്ന് സാധാരണ വൈഎംസിയിൽ ഗാന്ധിയെ പറ്റി പ്രസംഗിക്കും, നല്ല ഒന്നാന്തര ഇംഗ്ലീഷ്. ഞാൻ രാമേന്ദ്രനോട് പറഞ്ഞു, ഈ ഗാന്ധിയെ കാണണമെന്ന് വലിയ ആഗ്രഹമാണ്. അദ്ദേഹം പറഞ്ഞു മാമൻ വരാൻ പറഞ്ഞു. അപ്പോൾ അന്ന് ക്ലിഫ് ഹൗസിലാണ് ഗാന്ധിജി താമസിക്കുന്നത്. അപ്പോൾ രാമേന്ദ്രൻ്റെ കൂടെ ഞാനും ചെന്നു. അപ്പോൾ ഗാന്ധിജി നിലത്തൊരു ഖദർ മെത്തുമേൽ ഇരിക്കുകയാണ്. അടുത്ത് ചർക്കായുണ്ട്. രാമേന്ദ്രനും ഗാന്ധിജിയും കൂടെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും സംസാരിച്ചു. പോകാൻ നേരം രാമേന്ദ്രൻ ജി ഗാന്ധിയോട് പറഞ്ഞു, ഇത് കെ.ഇ. മാമ്മനാണ്, ഒരു വിദ്യാർത്ഥി, സ്വാതന്ത്ര്യ സമരത്തെ പിന്താങ്ങുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞു. ഞാൻ പോരാൻ നേരം ഗാന്ധിയുടെ കൈകളിൽ ഇങ്ങനെ ചുംബിച്ചു. ആ ചുംബന എന്തോ ഒരു ഇലക്ട്രിക്, എന്തോ ഒരു ഒരു വലിയ പരിശുദ്ധൻ്റെ കൈകളിൽ തൊടുന്ന പോലെ അനുഭവമാണ് എനിക്ക്. ആ അനുഭവമാണ് ഇന്നും എനിക്ക് ജയിക്കുന്നത്. ഒറ്റയാനായിട്ട് ഈ കള്ളന്മാരെ എതിർക്കാൻ, സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഈ കള്ള രാഷ്ട്രീയക്കാരെ എതിർക്കാനുള്ള ധൈര്യം. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നെ അടിച്ചു. ഗാന്ധിയുടെ ഇരിക്കുന്ന പടവും കൊണ്ട് ഞാൻ ബന്ദ് ജനദ്രോഹമാണ്, ബന്ദ് നിരോധിക്കുമ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഞാൻ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുക്കുക, അടികൊണ്ടു. താമ്രപത്രം ഇന്ദിരാഗാന്ധി 72 തന്ന. ഞാനൊരു യഥാർത്ഥ കോൺഗ്രസ്സുകാരനാണ്. ഇന്നത്തെ കോൺഗ്രസ്സിലില്ല. സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ച് അതിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിൽ സജീവമായിട്ടുണ്ടായിട്ടും പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ്സിൽ എന്താണ് അങ്ങനെ സജീവമായിട്ട് പ്രവർത്തിക്കാതിരുന്നത്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വക്താവായി വരാതിരുന്നത് എന്തുകൊണ്ടാണ്? ഞാനൊരു സോഷ്യലിസ്റ്റ് വിശ്വാസിയാണ്. ഗാന്ധിജിയും ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നു. കോൺഗ്രസ് അധികാരത്തിൽ വന്ന ശേഷം, പ്രത്യേകിച്ചും ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും ഒക്കെ കാലശേഷം, കോൺഗ്രസ് മുതലാളിത്തത്തെ പ്രോത്സാഹിപ്പിച്ചു. സോഷ്യലിസം മറന്നു. അവിടെ സോഷ്യലിസം ഉണ്ടായിരുന്നു. പക്ഷേ സോഷ്യലിസ്റ്റെ വിട്ടുകൊണ്ട് ഞാനൊക്കെ ജയപ്രകാശ് നാരായണൻ നയിക്കുന്ന ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി ചേർന്നു. താണുള്ള സാറും ഒക്കെ ചേരുന്നതിന് മുമ്പ് തന്നെ ജയപ്രകാശും അശോക് മേത്തായും ചേർന്ന ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ഞാൻ ചേർന്നു. പിന്നെ ഞാനൊരു സോഷ്യലിസ്റ്റായി. ഇന്ന് ഞാനൊരു സോഷ്യലിസ്റ്റാണ്. ഞങ്ങൾ ഗാന്ധിയന്മാർ, ഞാൻ ഉൾപ്പെടെയുള്ള ഉറങ്ങുന്ന ഗാന്ധിയന്മാർ, ഞങ്ങൾ പ്രസംഗിക്കും. ഒക്ടോബർ 2 ഗാന്ധിമാരും ഞങ്ങൾ ഗാന്ധിയെ പറ്റി പ്രസംഗിക്കും. പിന്നെ ഉള്ള ദിവസം ഞങ്ങൾ ഓരോ സ്ഥാപനത്തിൻ്റെ അകത്തിരിക്കുക. വി ആർ ഓൾ സ്ലീപ്പിംഗ് ഗാന്ധിയൻസ്. ഗാന്ധി അവസാനം വരെ ജീവൻ വെടിയുന്നിടം വരെ പാവപ്പെട്ടവരും ജീവിച്ചു. നൗഖാലയിൽ പോയി
ഗാന്ധിജി ഹി വാസ് എ റെവല്യൂഷണറി, വിപ്ലവകാരിയായിരുന്നു. നമ്മൾക്ക് ഒരു നോൺ വയലൻറ്റ് നാക്സലൈറ്റ് ഗാന്ധിയൻ വിപ്ലവം വേണം. നോൺ വയലൻറ്റ് നാക്സലൈറ്റിൻ്റെ ധീരത, ത്യാഗം, നോൺ വയലൻറ്റ്. ഞങ്ങളൊക്കെ വാസ്തവത്തിൽ യഥാർത്ഥ ഗാന്ധി ശിഷ്യന്മാരുടെ സ്ഥാനം ഇന്ന് ജയിലാണ്. ഞങ്ങളെല്ലാം ഓരോ സ്ഥാപനം ഉണ്ടാക്കി അതിൻ്റെ അകത്തിരിക്കുക. ഞാൻ ഗാന്ധിജനല്ല, ഗാന്ധിയനാണ് ഞാൻ ജയിലിൽ കിടക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ലീപ്പിംഗ് ഗാന്ധിയൻസ് ആയിപ്പോയത്? അതിന് നമ്മളിങ്ങനെ നമുക്ക് നട്ടല്ലില്ലാതായിപ്പോയി, ജയിലിൽ പോകാനില്ല, ത്യാഗത്തിന്. ഞങ്ങളെല്ലാം പ്രായം, എനിക്ക് 85 വയസ്സുണ്ട്. അപ്പം ഞങ്ങൾക്കെല്ലാം ഇനി ഇത്രയും നാൾ അടികൊണ്ടു ജയിലിൽ, പിന്നെ ഞങ്ങൾക്കെല്ലാം സുഖമായിട്ട് ജീവിക്കണം. ഈ ഗാന്ധിയൻ ചിന്തകളെ മുറുകെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം ആ തത്വങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സമൂഹത്തിലുള്ള മറ്റു ആളുകളും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളൊക്കെ എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഒരു സപ്പോർട്ടാണോ? കുറേ പേര് ഞാൻ കിറുക്കനാന്ന് പറയും, പക്ഷേ ഐ എൻജോയ്. ഒരു നാരായണത്വ ഭ്രാന്തൻ്റെ ശിഷ്യനാകാനാണ് എനിക്ക്. ഇപ്പോഴത്തെ ഈ ഒരു രാഷ്ട്രീയ അവസ്ഥകൾ കാണുമ്പോൾ അങ്ങേക്ക് എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ നമുക്ക് ഈ സ്വാതന്ത്ര്യം വേണ്ടായിരുന്നു? സ്വാതന്ത്ര്യം ഒരിക്കലും ഇല്ല. എന്നെ ചിലപ്പോൾ പറയും, നാളെ ബന്ദ് വഴിയെല്ലാം, ഇവിടെ ഭരണമില്ല, ജനങ്ങൾ കഷ്ടപ്പെടുക, വഴിയില്ല, വഴിയെല്ലാം തടഞ്ഞ് റോഡ് മുഴുവൻ പാവപ്പെട്ട ഒരു പ്രായപ്പെട്ട എന്നോട് പറഞ്ഞു, നിങ്ങളെല്ലാം കൂടെ അല്ലേ ബ്രിട്ടീഷുകാരെ ഓടിച്ചെന്ന് എന്നോട് പറഞ്ഞു. ശരി, ബ്രിട്ടീഷുകാർ പോയി കൊള്ളക്കാർ ഭരിക്കുന്നു. ഇവിടെ ഉണ്ടോ? ഇവിടെ യാചകരുടെ കോട്ട. നടക്കാൻ വയ്യ, മുഴുവൻ കർണാടകയിൽ നിന്നും തമിഴ്നാട് യാചകർ ഇങ്ങനെ നടക്കും. നമുക്ക് സങ്കടം വരും. കൊച്ചു കുഞ്ഞിന് യാചകരുടെ കോട്ട, പേപ്പട്ടിയുടെ കോട്ട. ഞാൻ ഇന്നാൾ ജല്ലാത്തിലൂടെ നടന്നു പോകുമ്പോൾ, ഞാൻ ഒരുപാട് നടക്കും, അതേ എൻ്റെ ആരോഗ്യം. നടന്നു പോകുമ്പോൾ പട്ടി എന്നെ കടിക്കാൻ ഓടി വന്നു. പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പട്ടിയെല്ലാം ഒരു കോട്ടയെ പിടിച്ചിട്ട് ഭക്ഷണം കൊടുക്കുക. ആളുകൾ പട്ടികളൊന്നും ആകട്ടെ, പട്ടിയെ സ്നേഹിക്കുന്നവർ ഒരു വലിയ കോട്ടയുണ്ടാക്കി അതിൻ്റെ അകത്ത് പട്ടിയിട്ട് ബിരിയാണി കൊടുക്കട്ടെ. അത് മാതൃഭൂമി എഴുതി. കെയ്മാമ എന്നെ പട്ടി കടിക്കാൻ ഓടിച്ചു, ഇപ്പം ഞാൻ മടിയും പിടിച്ചുകൊണ്ട് ഇറങ്ങുന്നേ. മാതൃഭൂമി എഴുതി, കെയ്മാമൻ സ്വാതന്ത്ര്യ സമര സേനാനി, അന്ന് പട്ടിക്ക് അറിഞ്ഞുകൂടാ. ഗാന്ധിയെയും കെയ്മാമനെയും എല്ലാം ഇതാ മാതൃഭൂമി വളരെ ഭംഗിയായിട്ട് എഴുതി. അല്ല, നമ്മൾ സഹജീവികളോട് സ്നേഹം കാണിക്കണമെന്നല്ലേ ഗാന്ധി പറഞ്ഞിട്ടുള്ളത്? അഹിംസ, നമ്മൾ ആ കാര്യത്തിൽ നമ്മളത് പരിപാലിക്കണ്ടേ? അതെ, ഗാന്ധിയുടെ ഉണ്ട്. ഗാന്ധി പറഞ്ഞ് പട്ടിയെ വീട്ടിൽ ഓമനിച്ച് കുളിപ്പിച്ച് നമ്മൾ വളർത്തണം. പട്ടിയെ വീട്ടിൽ വളർത്താൻ വയ്യാതെ തെരുവ് നായ്ക്കായി വിടുന്നത് ഈ നല്ലത്. ആ പട്ടിയെ കൊതിരി കാണുന്ന ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അതിന് ദേഹതര യവന്മാർ ഗാന്ധിയുടെ ഒരു ഭാഗം പഠിക്കും, ഒരിക്കത്തില്ല. ലോട്ടറി നിരോധനം, ഇവിടെ വികലാംഗർ ഒരു കൊല്ലമാണ് സെക്രട്ടറി മുമ്പേ ഇരുന്നേ. അവരുടെ പെൻഷൻ, തുച്ഛമായ പെൻഷൻ കൊടുക്കത്തില്ല. ഞാൻ തിരുവോണ ദിവസം ഇലയിട്ട് മണ്ണുമിട്ട് വീട്ടിൽ നിന്ന് ഹോട്ടലിൽ എന്നെ കൊണ്ടുപോകാൻ ഞാൻ പോയില്ല. വികലാംഗർ കയ്യില്ലാതെ അവരുടെ മടുക്ക് മണ്ണിട്ട് ഞാൻ ഉച്ചയ്ക്ക് കരഞ്ഞുകൊണ്ട് അത് ടി വിയിലൊക്കെ വന്നു. വികലാംഗരായിട്ട് കഷ്ടപ്പെടുത്തിയില്ല. എന്നാൽ കുറേ മന്ത്രിമാർ ദൂർത്ത് നിയമസഭ പിരിയുന്ന ഇടതും കോൺഗ്രസ് എല്ലാം കൂടെ ചോദിച്ച് അവൻ്റെ പെൻഷൻ തുക 20,000 രൂപ കൂട്ടി. ഇതാണോ സോഷ്യലിസം? അത് ഇടതും കൂടി കോൺഗ്രസും കൂടി വലിയ വിപ്ലവം പറയുന്ന ഇടതും കൂടി 2 മിനിറ്റ് കൊണ്ട് പാസ്സാക്കി. ഞാൻ നിയമസഭ ഒന്ന് കാണാൻ പോയി, സ്പീക്കേഴ്സ് ഗാലറിയിൽ പോയി. അവിടെ ഇരുന്നപ്പം കുറച്ചു നേരം ഇരുന്നു. കോടികൾ ചിലവാക്കിയ ഇത് ഭ്രാന്താലയം. ഞാൻ അവിടെ ഇരുന്നപ്പം 6 പേര് ഒരുമിച്ച് ഞാൻ എഴുന്നേറ്റ് ബഹളം. ഒരുത്തം വിളിച്ച് പറയുകയാണ് മറ്റേ, അവൻ വെള്ളം അടിച്ചുകൊണ്ടാണ് വന്നതെന്ന്. അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല. നിയമസഭയിൽ ഇരുന്നുകൊണ്ട് വേറെ ഒരുത്തിനെ ചൂണ്ടിക്കാണിച്ചു, അവൻ വെള്ളം അടിച്ചുകൊണ്ടാണ് വരുന്നതെന്ന് പറയുന്നു. ഞാൻ സ്പീക്കർ കഴുകി ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കണമെന്ന് മറുപടി തന്നില്ല. വെള്ളം അടിച്ചുകൊണ്ട് അവരെ വിളിച്ചു കഴിഞ്ഞു. ഇത് മുമ്പ് തുണി വാരി മുകളിലോട്ട് എറിഞ്ഞു. ഇതെന്ത് നിയമസഭയാണ്? അപ്പോൾ ഇവർക്ക് ആർക്കും ഗാന്ധി മാർഗത്തി. ഗാന്ധി പറഞ്ഞ ഇന്ത്യയിൽ ആദ്യം ഞാൻ ചെയ്യുന്നത് സമ്പൂർണ്ണ മദ്യനിരോധനം വിത്തൗട്ട് കോമ്പൻസേഷൻ. അതെല്ലാം ഇവരങ്ങ് മറന്നു. ഇവന്മാരെപ്പോഴാണ് എന്നെ കൊല്ലുന്നതെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാതിരിക്കുക. പലരും ചോദിക്കുക എന്താ കല്യാണം, ഒരു സ്ത്രീയെ വിധവയാക്കണ്ടല്ല എന്ന് വരും. ഇവന്മാരെന്നെ അടിച്ചില്ലേ, ഒരു പാർട്ടി എന്നെ എടുക്കത്തില്ല.